ശ്രീ യു ആർ പ്രദീപ്, അങ്ങേക്ക് 8 മിനിറ്റ്. സർ, ഞാൻ ഈ വിവിധ അഭ്യർത്ഥനകളെ വളരെ ശക്തമായി പിന്തുണയ്ക്കുന്നു സർ. നമ്മുടെ ഇവിടെ ഇന്ന് ധനാഭ്യർത്ഥന നടത്തുന്ന വിവിധ വകുപ്പുകളുടെ വളരെ ധാരാളം സമയമെടുത്ത് പറയേണ്ടത് കുറച്ച് സമയമുള്ളതുകൊണ്ട് ഞാൻ ചുരുക്കി അവതരിപ്പിക്കാം സർ. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ മികച്ച രീതിയിലുള്ള ഭരണം കാഴ്ചവെച്ച് ഓരോ വകുപ്പുകളും നല്ല പോലെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സർ. അപ്പുറത്തുള്ള UDF അവരുടെ സംസാരവും വർത്തമാനം കേട്ടാൽ അവർക്ക് കിട്ടിയ സമയം നല്ല പോലെ ഭരിച്ച് ഇനി നിങ്ങൾ ഭരിച്ചു നോക്കൂ എന്ന് കയ്യിൽ ഏൽപ്പിച്ച് തന്ന പോലെയാണ് കളിയാക്കലും അതുപോലെ തന്നെ അവരുടെ വിമർശനങ്ങളും കേട്ടാൽ നമുക്ക് തോന്നിപ്പോവുക. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയ കാലത്ത് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളുടെ കാലഘട്ടത്തിൽ എത്ര പരാതികൾ വന്നു, എന്തെല്ലാം വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു എന്ന് നിങ്ങളൊന്ന് കണ്ണോടിച്ച് നോക്കണം. ഇത് കേരളത്തിൽ കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ നല്ല മികച്ച രീതിയിലുള്ള പ്രവർത്തനം ഓരോ വകുപ്പും മത്സരിച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. ഇപ്പോൾ സിവിൽ സപ്ലൈസിൻ്റെ വകുപ്പ് തന്നെ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ കേരളം വിശപ്പ് രഹിത കേരളമാക്കി മാറ്റുകയാണ്. ഇന്ന് നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു? വേൾഡ് ഹങ്കർ ഇൻഡെക്സിൽ എടുത്ത് പരിശോധിച്ചാൽ തുടർച്ചയായി നമ്മുടെ രാജ്യം പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 105-ാം സ്ഥാനത്ത് എത്തി സാർ. ആ സ്ഥാനത്ത് ഒരു കൊച്ചു കേരളം എന്ത് ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്? നല്ല ഇടപെടൽ നടത്തി വിശപ്പ് രഹിത കേരളമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടക്കുന്നു. ഇവിടെ എല്ലാവർക്കും റേഷൻ കാർഡ് കൊടുക്കുക എന്ന പദ്ധതി പ്രകാരം വളരെ കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇവിടെ ഏകദേശം 5,20,563 കാർഡ് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇപ്പോൾ കൊടുക്കാൻ പറ്റി സാർ. മാത്രമാണോ, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് താമസിക്കുന്ന സ്ഥാപനങ്ങളിൽ ഏകദേശം 792 കാർഡുകൾ അവിടെ വിതരണം ചെയ്ത് കഴിഞ്ഞിട്ട് സാർ. മാത്രമല്ല, നമ്മുടെ വീടില്ലാത്ത അല്ലെങ്കിൽ വീടിന് വേണ്ടി അപേക്ഷിച്ച് കാത്തു നിൽക്കുന്ന ആളുകൾക്ക് വരെ ഇപ്പോൾ വീടില്ലാത്തതിൻ്റെ പേരിൽ കിട്ടാതിരിക്കരുത് എന്ന് പറഞ്ഞ് അത്ര കുടുംബങ്ങൾക്ക് കാർഡ് കൊടുക്കാൻ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്ത് ആ ആധാർ കാർഡിൻ്റെ പുറത്ത് റേഷൻ കിട്ടണം എന്ന നല്ല ഉദ്ദേശം വെച്ച് അവിടെ അവർക്ക് കാർഡ് വിതരണം ചെയ്യുന്നു. ഇതുകൂടാതെ ഇതര സംസ്ഥാനത്തു നിന്ന് വന്ന് നമ്മുടെ നാട്ടിൽ സ്വർഗമാണ് എന്ന് കണക്കാക്കി ഇവിടെ വന്ന് പണിയെടുക്കുകയും ഇവിടെ താമസിക്കുകയും ചെയ്യുന്ന ആ കുടുംബങ്ങൾക്ക് ATM രൂപത്തിൽ കാർഡ് കൊടുത്ത് അവർക്കും റേഷൻ കിട്ടാനുള്ള ഇടപെടൽ നടത്തുന്നു സാർ. ഇത് പാവപ്പെട്ട ആളുകളും സാധാരണക്കാരെയും സംരക്ഷിക്കാനുള്ള ഗവൺമെൻറ്റാണ് എന്ന് തെളിയിക്കുന്ന ഒരു പ്രവർത്തനമല്ലേ സാർ ഇത്. ഇതുകൂടാതെ K-സ്റ്റോർ ഉൾപ്പെടെയുള്ള നിരവധി ഏകദേശം 1779 റേഷൻ കടകൾ, K-സ്റ്റോർ, മറ്റ് വകുപ്പുകളിലെല്ലാം ഉൽപ്പന്നങ്ങളെല്ലാം അവിടെ കിട്ടത്തക്ക രീതിയിലുള്ള നല്ല ഇടപെടൽ. ആളുകൾ വിവിധ സ്ഥലങ്ങൾക്ക് പോകേണ്ടില്ല, റേഷൻ കടകൾ തന്നെ K-സ്റ്റോറായി മാറ്റിയപ്പോൾ അവിടുത്തെ സൗകര്യങ്ങൾ കിട്ടത്തക്ക രീതിയിലുള്ള ഇടപെടൽ നടത്തുന്നു. ഇങ്ങനെ ഈ കേരളം മാതൃകാപരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു സാർ. റേഷൻ കടകൾ നേരിട്ട് ഇപ്പോൾ സാധാരണ കിടപ്പ് രോഗികളെ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ ഒപ്പം എന്നൊരു പദ്ധതി ഇവിടെ തുടങ്ങി വെച്ച് ആ പദ്ധതിയിലൂടെ ആ പ്രദേശത്തെ കിടപ്പ് രോഗികളായ ആളുകളുണ്ടെങ്കിൽ ആ പ്രദേശത്തുള്ള ഓട്ടോറിക്ഷ തൊഴിലാളികളുമായി ചേർന്ന് ആ റേഷൻ സാധനങ്ങൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കാൻ എത്ര ആശ്വാസമുള്ള ഒരു പദ്ധതിയാണ് സാർ. ഇങ്ങനെ നമുക്ക് ധാരാളം ഈ ട്രൈബൽ ഏരിയകളിൽ താമസിക്കുന്ന, സെറ്റിൽമെൻറ്റ് ഏരിയയിൽ താമസിക്കുന്ന ആ കുടുംബങ്ങൾക്ക് വാതിൽപ്പടി സേവനം ഉൾപ്പെടെയുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ ഗവൺമെൻറ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം ആവുമ്പോൾ മറുവശത്ത് കേന്ദ്രം ഇന്ന് ഈ റേഷൻ സംവിധാനം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ. ഇപ്പോൾ പുതുതായി DBT, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന നിലയ്ക്ക് ഈ ഗുണഭോക്താക്കൾക്ക് നേരിട്ട് പണം അക്കൗണ്ടിലേക്ക് അയച്ചു കൊടുത്താൽ മതി എന്ന ആലോചന പോലും നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മന്ത്രി നേരിട്ട് കേന്ദ്രമന്ത്രിയോട് അതിൻ്റെ പ്രതിഷേധം അറിയിച്ചിരുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും ഇവിടെ കേന്ദ്രം മാറ്റി ചിന്തിക്കുമ്പോൾ കേരളം ഇങ്ങനെ സാധാരണക്കാരൻ്റെ വിശപ്പ് മാറ്റാൻ വേണ്ടിയുള്ള വ്യത്യസ്തമായ പദ്ധതികളുണ്ടാക്കി ആ പദ്ധതി മുഖാന്തരം എല്ലാവർക്കും റേഷൻ കിട്ടണം എന്നുള്ള ഉറപ്പ് വരുത്തിക്കൊണ്ടാണ് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സാർ. ഇവിടെ നമ്മുടെ ഈ സിവിൽ സപ്ലൈസ് വകുപ്പ് തന്നെ ധാരാളം ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന അവാർഡ് ലഭിച്ചു. ഇതുപോലെ പരാതികൾ കൊടുത്താൽ, സാധാരണക്കാരൻ പരാതി കൊടുത്താൽ ആ പരാതികളെല്ലാം സമയബന്ധിതമായി തീർക്കാൻ വേണ്ടി നല്ല ഇടപെടൽ
ഏകദേശം 99% പരാതികളും പരിഹരിച്ചു എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് ഏകദേശം 93 ലക്ഷം അപേക്ഷകൾ ലഭിച്ചപ്പോൾ ഏകദേശം 99% അതിനെ പരിഹരിച്ചു സാർ. എന്ത് ശ്രദ്ധയോടുകൂടിയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായി റൂട്ട് ഓപ്റ്റിമൈസേഷൻ അവാർഡ് പോലും ഈ ഓൺലൈൻ ഈ പരാതികൾ സ്വീകരിച്ച് എന്ന പേരിൽ നമ്മുടെ വകുപ്പിന് അവാർഡ് വരെ ലഭിച്ചു സാർ. ഇതാണ് ഈ ഗവൺമെൻറ് വളരെ രസകരമായി ഇടപെട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സിവിൽ സപ്ലൈസിൻ്റെ കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് ഇന്ന് തന്നെ ധനാഭ്യർത്ഥന നടത്തുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന വകുപ്പുണ്ട്. ആ വകുപ്പുകളുടെ ഇടപെടൽ ഞാൻ മറ്റൊന്നും മോശമെന്നല്ല, ആ വകുപ്പും ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യും. അപ്പുറത്തിരുന്ന് ചില അംഗങ്ങൾ പ്രിയപ്പെട്ട റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ നമ്മുടെ റോജി ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ഇവിടെ വലിയ തോതിൽ അവതരണം നടത്തി അതിൻ്റെ ഭാഗമായി അപ്പുറത്ത് കൈയടിച്ച് ചിരിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ കണ്ടു. യഥാർത്ഥത്തിൽ പട്ടികജാതി പട്ടികവർഗ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന രീതി ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കാം സാർ. നമുക്ക് കഴിഞ്ഞ 5 കൊല്ലം 2021-22 കേന്ദ്രം നമുക്ക് തരുന്ന ഫണ്ട് നമ്മുടെ അഭ്യർത്ഥന നടത്തി 4464 കോടി നമ്മൾ അഭ്യർത്ഥന നടത്തി അവർ തന്നതാണെങ്കിൽ ആകെ 17,63 ലക്ഷം നമുക്ക് തന്നു. അങ്ങനെ ഘട്ടം ഘട്ടമായി കുറച്ച് കൊണ്ടുവന്ന് 2021-22 ഏകദേശം നമുക്ക് ഞാൻ പറഞ്ഞതിൽ ചെറിയ മാറ്റമുണ്ട്. 17,63 ലക്ഷം കോടി അന്ന് 21-22 ലഭിച്ചെങ്കിൽ ഇപ്പോൾ 2024-25 നമുക്ക് കിട്ടിയ പണം എന്ന് പറഞ്ഞത് 2.36 കോടി മാത്രമാണ് സാർ നമുക്ക് തന്നിട്ടുള്ളൂ. ഇങ്ങനെ കേരളത്തെ നിരന്തരം കേന്ദ്ര സർക്കാർ വിവിധ വകുപ്പുകൾ ആധികാരികമായി കൊടുക്കേണ്ട പണം പ്രഖ്യാപിക്കുന്ന ഒന്ന്, തരുന്ന ഒന്ന്, അങ്ങനെ നമ്മളെ വല്ലാതെ ശ്വാസം മുട്ടിക്കുന്നു. ഈ കണക്ക് പാർലമെൻറ്റിനകത്തും കിട്ടില്ലേ സാർ? നമ്മുടെ നാട്ടിൽ നിന്ന് ജയിച്ചു പോയ 1-2 VIP ഉണ്ടായിരുന്നല്ലോ. എപ്പോഴേലും ഇങ്ങനെ ഈ ദേശാടന പക്ഷികൾ വരുന്ന പോലെ കേരളത്തിൽ വന്നു പോകുമ്പോൾ ഒന്നും അവിടെ ഇരിക്കാൻ തയ്യാറാവണില്ലല്ലോ സാർ. ഞങ്ങളുടെ മണ്ഡലം ഉൾപ്പെടുന്ന കേരളത്തിന് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യണമെന്ന് ഒന്ന് ഇരിക്കാൻ തയ്യാറാവണില്ലല്ലോ സാർ. ഇവിടെ വന്ന് ഈ നമ്മുടെ കേരളത്തിനകത്ത് വന്ന് വലിയ ശബ്ദവും കേരളത്തിൻ്റെ ഗവൺമെൻറ് നടത്തുന്ന ഇടപെടലും അതൊന്നും കണ്ടില്ല എന്നടിച്ച് കേരളത്തിനെ ഗവൺമെൻറ്റിനെ ഇങ്ങനെ കളിയാക്കി എങ്ങനെ 4 വോട്ട് ലഭിക്കാൻ പറ്റുമെന്ന് തന്ത്രപരമായ രീതിയിൽ സംസാരിച്ചാൽ ഇത് സത്യമാവുമോ സാർ? ഇത് കേരളമാണ്. ഈ കേരളത്തിനകത്ത് നടത്തുന്ന ഇന്ന് ഇപ്പോൾ സമയം കുറഞ്ഞു പോയി. ഏതായാലും ഇവിടെ നടത്തുന്ന പ്രവർത്തനം ഓരോ വകുപ്പും ഇവിടെ നമ്മുടെ ജലവകുപ്പ് ആയാലും എടുത്തെടുത്ത് പറയാൻ നമുക്ക് ഒരുപാടുണ്ട് സാർ. ഇവിടെ നിമിഷ നേരം കൊണ്ട് ഇടപെടുന്നു. ഇപ്പോൾ ചേലക്കരയിൽ പ്രളയവുമായി ബന്ധപ്പെട്ട് ധാരാളം നഷ്ടങ്ങൾ കൃഷിക്കാർക്കുണ്ടായപ്പോൾ അവിടെ ഡാമുകൾ തകർന്നു പോയ ഡാമുകളെല്ലാം ദിവസം കൊണ്ട് അല്ലെങ്കിൽ മാസങ്ങൾ കൊണ്ട് അത് പഴയ രൂപത്തിലാക്കി തരാൻ കഴിഞ്ഞു. കർഷകർ വലിയ സന്തോഷത്തിലാണ്. അതുപോലെ വിവിധ തോടുകൾ വലിയ തോതിൽ ബാധിപ്പുണ്ടായി. അത് പ്രളയത്തിന് മാത്രമല്ല, തുടർച്ചയായി വരൾച്ചയുടെ ഭാഗമായിട്ട് നമുക്ക് കർഷകർക്ക് പ്രയാസം വന്നപ്പോൾ ജലസേചന വകുപ്പ് സമയബന്ധിതമായി ഇടപെടുന്നു. ഇത് ജനങ്ങൾ കാണുക സാർ. നിയമസഭയ്ക്കകത്ത് വന്ന് UDF എന്ത് തരത്തിലുള്ള ആക്ഷേപങ്ങൾ പറഞ്ഞാലും ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് സാർ. അപ്പോൾ ഓരോ വകുപ്പും നല്ല നിലയ്ക്ക് ഇത് കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ ഒരു കാര്യം കൂടെ ഞാൻ ജലസേചന വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ ഒന്ന് ഞാൻ നിർത്തുകയാണ് സാർ. അതിൻ്റെ മണ്ഡലത്തിൽ അസരംകുണ്ട് ഡാമുണ്ട്. ധാരാളം കർഷകർക്ക് വെള്ളം കൊടുക്കുന്ന ഒരു പദ്ധതിയും കൂടിയാണ്. ആ പദ്ധതി ഈ ഗവൺമെൻറ് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത്. അത് ലീക്കുമായി ബന്ധപ്പെട്ട് സമയത്തിന് നമുക്ക് വെള്ളം കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ട്. ജലസേചന വകുപ്പ് കാര്യത്തിൽ ദയവ് ചെയ്തൊന്ന് ഇടപെടാൻ പറ്റിച്ചാൽ നല്ല ഒരു ആശ്വാസമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ ഈ പട്ടികജാതി വകുപ്പ് എൻ്റെ ശ്രദ്ധയിൽ ഒരു കാര്യം പെടുത്താനുള്ളത്, പട്ടികജാതി വിഭാഗക്കാർ താമസിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ അവസാനിപ്പിക്കാം. അപ്പോൾ ഈ വിഭാഗങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ തന്നെ കാണാൻ കഴിയുള്ളൂ. നമ്മുടെ വിവിധ മണ്ഡലങ്ങൾക്ക് ആനുകൂല്യം കൊടുക്കുമ്പോൾ ഇപ്പോൾ ചേലക്കരയിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 543 പട്ടികജാതി സങ്കേതങ്ങളുണ്ട് സാർ. അങ്ങനെ ഓരോ മണ്ഡലത്തിലും ചെറുതും വലുതുമായി ധാരാളം ഇത്തരം സങ്കേതങ്ങളുണ്ട്. ഇവരെല്ലാവരും ഒരേപോലെയാണ് കൊടുക്കുന്നത് സാർ. ഇപ്പോൾ അംബേദ്കർ പദ്ധതി കൊടുത്താൽ ഒരു കൊല്ലം 2 എണ്ണം വെച്ച് കൊടുക്കുമ്പോൾ കൂടുതലുള്ള സ്ഥലങ്ങൾക്ക് കുറച്ച് മാറ്റി ചിന്തിച്ച് അധികം കൊടുക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നുണ്ട്. അതേപോലെ സിവിൽ സപ്ലൈസ് സിവിൽ സപ്ലൈസിന്റെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ ഈ ഞായറാഴ്ചകളിൽ നമുക്ക് റേഷൻ കടകൾ തുറന്ന് മറ്റൊരു ദിവസം കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ആലോചിക്കുന്നു.